അപ്പോൾ ഗൈസ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ BMW പണിക്ക് കൊടുത്തിട്ട് ഇന്നതാ ആളെ ബമ്പറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ദെൻ നമുക്കിനി പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ചു. ഇനി ഓരോരോ പരിപാടികളുണ്ട്. അപ്പം പെയിൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള നമുക്കിനി ഫ്രണ്ടത്തെ ഹെഡ്ലൈറ്റ് മാറ്റണം. ദെൻ ബാക്കത്തെ സൈലൻസറിൻ്റെ സംഭവം കൂടി മാറ്റണം. പിന്നെ നമ്മുടെ സൈഡ് ഫെൻഡറും ഫ്രണ്ട് ബമ്പറും ഏകദേശം മാറ്റിയിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ നല്ല പക്ക ക്ലീൻ ആക്കിയിട്ടുണ്ട്. വണ്ടീൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. അത് മാത്രമല്ല എൻജിനൊക്കെ ഫുള്ളി പക്ക ക്ലീൻ. ഇപ്പം ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ ഒരു വണ്ടീൻ്റെ എൻജിൻ ഇതാകുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടീൻ്റെ എൻജിന് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ആ ഒരു തുരുമ്പിടിച്ച വണ്ടിയിൽ നിന്ന് നേരെ ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവർ. ഇൻറ്റീരിയർ നോക്കാൻ ഏകദേശം ചെറിയൊരു യെല്ലോ ഫെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അതുകൊണ്ട് ചെറിയൊരു ഡൗട്ടുണ്ട്, വണ്ടിക്ക് വല്ല യെല്ലോ കളർ അടിച്ചാലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളതിലാണെങ്കിൽ വൈറ്റ് ഇഷ്ടംമാതിരി അയക്കുന്നുണ്ട്. നമ്മുടെ മറ്റേ വണ്ടീൻ്റെ പണി ഏകദേശം കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് നേരെ നമ്മൾ പമ്പിലേക്ക് വിട്ടു. ഇവിടെ നിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ദെൻ ഇവിടെ നിന്ന് നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് നോക്കാം. ഒരു ചെറിയ പിന്ന് കാര്യങ്ങൾ വരെ മാറ്റി. സീറ്റ് കവറൊക്കെ പുതിയത് അടിച്ചിട്ടുണ്ട്. നമ്മൾ നല്ലൊരു അടിപൊളി ബക്കറ്റ് സീറ്റ് ഇതാണ് അടിച്ചിട്ടുള്ളത്. മീറ്ററൊക്കെ പുതിയ വെച്ചു. ദെൻ ഇവിടെയൊക്കെ ചിഹ്നം വെച്ചിട്ടുണ്ട്. എല്ലാം നൈസാണ്. വണ്ടി ഇപ്പോൾ ഏകദേശം ഫുള്ള് സെറ്റായിട്ടുണ്ട്. മീറ്റർ കറക്റ്റ് വർക്കിംഗ് ആണ്. ഇനി എന്തെങ്കിലും എൻജിൻ പരമായിട്ട് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അവരടുത്ത് പറഞ്ഞാൽ മതി. നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മിററും കാര്യങ്ങളൊക്കെ പുതിയതിട്ട് കണ്ട മനസ്സിലാകാൻ തോന്നുന്നു. അപ്പം ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാനുണ്ട് ഇവിടെ നിന്ന് സ്റ്റോറി ഇടാറുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വന്നത് അവിടെ നിന്ന്. അല്ലേ ഫുള്ള് പണി തീർത്തിട്ട് വരാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ അവിടെ ഉള്ളൊരു തൽക്കാലത്തേക്ക് സാധാരണ റിം ഇട്ടിട്ട് വന്നിക്കാണ്. ഇനിയിപ്പം ഓരോ പണികളുണ്ട്. എല്ലാ കാര്യങ്ങളും അവർ തീർത്തിട്ടുണ്ട്. പണി പൊട്ടി കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അവർ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റിങ് കൂടി ഉള്ളൂ. ആ പരിപാടിയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സൂപ്പർ കുട്ടപ്പനായിട്ട് പുതിയ വണ്ടിങ്ങനെ ഇറങ്ങുന്ന അതേമാതിരി കണ്ടു. എഞ്ചിൻ്റെ ക്ലീൻനെസ് ഒക്കെ നൈസ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഗ്ലാസ് ഫ്രണ്ടത്തെ ഹെഡ്ലൈറ്റ് ഒന്ന് മാറ്റണം. അതിൽ കുറച്ച് നല്ല സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ ടൈപ്പ് വെക്കണം. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും. അപ്പോൾ ടാറ്റ ബൈ സി യു.